ഇത്രയൊക്കെ അറിവും ലോകപരിചയമുള്ള സണ്ണി ജോസഫ് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിൽ പോലും സ്വന്തം പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതിൽ ഒരു മിനിമം ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ? മറ്റെല്ലാം പോട്ടെ, ഭരണഘടനാപരമായ ധാർമ്മികത, രാഷ്ട്രീയ സദാചാരം, കോൺഗ്രസ്സിൽ തന്നെ തൊഴിലില്ലാത്ത ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ അഡീഷണൽ പീസാകാൻ സർവ്വതാ യോഗ്യന്മാരായ വ്യക്തികളുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ മാറ്റി നിർത്തിയാലും മിനിമം ഒരു സാമാന്യ ഭാഷയിൽ പറഞ്ഞ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണമല്ലോ, അത് അദ്ദേഹത്തിന് ഇല്ലാതായിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിന് ഇല്ലാന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് ഇത് തിരുത്തിക്കൂടെ? സണ്ണി വക്കീൽ ഇതൊന്നും നടക്കില്ല. നമ്മളെ സർക്കാരെന്ന് വെച്ചാൽ CPM-കാർ പല തൊട്ടിത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് ഇല്ലേ? ജയരാജൻ മന്ത്രിയുടെ ബന്ധുവിനെ അതൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിയമിച്ചപ്പോൾ അതിൽ സാങ്കേതികമായിട്ട് ഒരു ഇറഗുലാരിറ്റി ഉണ്ട്, ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചവരാണ് നമ്മൾ. KT ജലീലിൻ്റെ കാര്യത്തിൽ ഈ PK ഫിറോസ് അടക്കമുള്ള ആളുകൾ എത്രയോ പരാതി കൊടുത്ത് ലോകായുക്തയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ മാനം കരുതി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചാൽ അദ്ദേഹത്തിന് രാജിവെപ്പിക്കാനല്ല, അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം ഇല്ലാതാക്കിയവരാണ്. അതൊക്കെ ബന്ധു നിയമനമാണെന്ന് നമ്മൾ കുറ്റപ്പെടുത്തിയതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കെ ബാബുവിൻ്റെ ബന്ധുവിനെ, ഡയറക്റ്റ് ബ്രദറല്ല, ഉറ്റ ബന്ധുവിനെ KC ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും KC ജോസഫിൻ്റെ ബന്ധുവിനെ കസിനെ കെ ബാബുവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും വെച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയപ്പോൾ അതിൽ പോലും ഒരു ഈ ഉരൽ കേൾക്കാൻ വിരൽ പറ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇതതുപോലും ഇല്ല. യാതൊരു ലജ്ജയോ ഉളുപ്പോ ഇല്ലാതെ ഭരണഘടനാ സംവിധാനത്തെ പരസ്യമായി കൊഞ്ഞനം കാണിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരെ തന്നെയാണ് ഇത് ഏറ്റവും കഠിനമായിട്ട് വിമർശിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ അടക്കം വിമർശനം ഏറ്റുവായിക്കൊണ്ട് ഈ ഭരണം തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങനെ ഒരു അപഹാസ്യമായ പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് തിരുത്താം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും വൈകിട്ടില്ല. മുഖ്യമന്ത്രിക്ക് ഇന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ച് പറയാം.